الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ എപ്പോഴും തിന്മകൾ സംഭവിക്കുന്നതിന്, അവന്റെ ജീവിതം തിന്മകളിൽ അകപ്പെട്ടു പോകുന്നതിന് ഭയന്ന് ജീവിച്ചവനായിരിക്കും. തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് വളരെ ജാഗരൂകനായിരിക്കും ഒരു സത്യവിശ്വാസി. മഹാനായ സഹാബി വര്യൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ. ഇന്നൽ മുഅ്മിന, നിശ്ചയമായും ഒരു സത്യവിശ്വാസി, യറാ ദുനൂബഹു, അവൻ അവന്റെ തിന്മകളെ, അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന തിന്മകളെ അവൻ കാണുന്നത് കഅന്നഹു ഖാഇദുൻ, അവൻ ഇരിക്കുന്ന പോലെയാണ്. തഹ്ത ജബലിൻ, ഒരു പർവ്വതത്തിനടിയിൽ അവൻ ഇരിക്കുകയാണ്. യഖാഫു അൻ യഖഅ അലൈഹി, ആ പർവ്വതം
അവന്റെ തലയിലേക്ക് വീഴുമോ എന്ന് ഭയന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ പോലെയാണ് ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ കുറിച്ച് ബോധവാനായിരിക്കുന്നത്. അതേസമയം തെമ്മാടി വ ഇന്നൽ ഫാജിറ, അവന്റെ അവസ്ഥ എന്താണ്? യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. ഒരു തെമ്മാടി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ കാണുന്നത് കെദുബാബിൻ, ഒരു ഈച്ചയെ പോലെയാണ്. മർറ അലാ അൻഫിഹി, അവന്റെ മൂക്കിനടുത്തൂടെ ഇങ്ങനെ പാറി നടക്കുന്ന ഒരു ഈച്ചയുടെ അത്ര വിലയെ ഒരു തെമ്മാടി, ഒരു ഫാജിർ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾക്ക് വില കൽപ്പിക്കുകയുള്ളൂ. അപ്പൊ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തിന്മകളെ എപ്പോഴും ജാഗ്രതയോടുകൂടി കാണുന്നവനാണ്. എങ്കിൽ സഹോദരങ്ങളെ, തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ എന്താണ്? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് ആരാധനകൾ അർപ്പിക്കുക എന്ന കാര്യമാണ് തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഇസ്ലാം ദീന് തന്നെ പൊളിഞ്ഞു പോകുന്ന, നരകത്തിൽ അവനെ ശാശ്വതനാക്കുന്ന, സ്വർഗം ഹറാമാക്കുന്ന ഏറ്റവും വലിയ പാപം ശിർക്കാണ്. എങ്കിൽ തിന്മകളെ ഭയക്കുന്ന സത്യവിശ്വാസി ആ ശിർക്കിനെ തൊട്ട് ഏറ്റവും വലിയ ജാഗ്രത പുലർത്തുന്നവനായിരിക്കണം. ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കും എന്നതിനെ കുറിച്ച് നിർഭയനായി ജീവിക്കാൻ പാടില്ല. നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയവരാണ്, നമുക്ക് ശിർക്ക് എന്താണെന്ന് അറിഞ്ഞവരാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കില്ല, ഞാൻ ഇനി കുഫ്രിൽ അകപ്പെടില്ല, ഞാൻ ഇനി ശിർക്കിലായി അകപ്പെടില്ല, ഞാൻ മുവഹിദായി തൗഹീദുള്ളവനായി തന്നെ മരിച്ചു പോകും എന്ന നിർഭയത്വം ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ പര്യവസാനം, മരിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പേടിച്ചും, അതിൽ മരണത്തിന് തൊട്ടു മുമ്പ് നമുക്ക് കുഫ്റും ശിർക്കും സംഭവിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിരിക്കേണ്ടവനാണ് സത്യവിശ്വാസി. കാരണം പിശാച് ഒരു സത്യവിശ്വാസിയെ മരിക്കുന്നത് വരെ അവന്റെ ഈമാൻ തെറ്റിക്കാനുള്ള പരിശ്രമത്തിലായിരിക്കും. മരണത്തിന്റെ അവസാന സമയം വരെ അവനെ തെറ്റിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് പിശാച്. പിശാച് ആ ശ്രദ്ധയോടുകൂടി നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധരാകാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മരണം വരെയും ശിർക്കും കുഫ്റും സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. അതിന് നമ്മൾ ശിർക്ക് എന്താണെന്ന് അറിയണം. ഒരിക്കലും നമ്മൾ നിർഭയത്വം പാടില്ല. മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ പടവാളായിരുന്നു. രാജാവിനോട് വരെ തൗഹീദ് യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞ മനുഷ്യനാണ്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോഴും ആ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് ലവലേശം ചാഞ്ചാട്ടമില്ലാതെ അതിൽ ഉറച്ചു നിന്ന മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം. ഖലീലുല്ലാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച രണ്ട് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം. മറ്റൊന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ ഒരു പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, വജ്നുബ്നി, നീ എന്നെ അകറ്റണം, വബനിയ, എന്റെ മക്കളെയും നീ അകറ്റണം. എന്തിനെ തൊട്ട്? അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട് റബ്ബേ നീ ഞങ്ങളെ കാക്കണേന്ന്. സഹോദരങ്ങളെ, ആരാണ് പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് പ്രാർത്ഥിച്ചത്? ജീവിതത്തിൽ ഇനി ശിർക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ശിർക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് നീ എന്നെ കാക്കണേ. അന്നഅ്ബുദൽ അസ്നാം, സ്വനമുകളെ ഞാൻ ആരാധിക്കുക എന്ന ഒരു അധപ്പതനം എനിക്ക് വരുന്നതിനെ തൊട്ട് റബ്ബേ നീ എന്നെ കാക്കണേ, എന്റെ മക്കളെയും നീ കാക്കണേ, തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന. ഉത്തമമായ മാതൃക സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന ഈ വിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളിച്ചതിൽ നമുക്ക് വളരെയേറെ ഗുണപാഠമുണ്ട്. നമ്മളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്.
നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധയാണ്. മരണം വരെ നമ്മൾ ഈ വിശ്വസിച്ച വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ, വിശ്വാസം എന്താണെന്നറിഞ്ഞ് പരിശ്രമിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പരിശ്രമം ഒരു ഭാഗത്തുണ്ടാകുന്നതോടൊപ്പം മറ്റൊരു ഭാഗത്ത് മനസ്സലിഞ്ഞ പ്രാർത്ഥന അള്ളാഹുലേക്ക് വരണം. അള്ളാഹുവെ തൗഹീദിൽ ഉറപ്പിച്ച് നിർത്തണേ, നമ്മെ നമ്മുടെ കുടുംബത്തെയും തൗഹീദിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ തൗഹീദ് അത്രയേറെ പ്രാധാന്യം തൗഹീദ് സംരക്ഷിക്കുന്നതിലും ഷിർക്കിനെ ഇല്ലായ്മ ചെയ്യുന്നതിലും ഉള്ളത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഷിർക്കിന്റെയും തൗഹീദിന്റെയും ഓരോ വളരെ ചെറിയ ഭാഗങ്ങൾ വരെ വിശദമാക്കി വ്യക്തമാക്കി ഉമ്മത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരുടെ അനന്തരമെടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിക്കാൻ സംവിധാനിച്ച പണ്ഡിതന്മാർ തൗഹീദിനെയും ഷിർക്കിനെയും വ്യതിചേദിച്ച് അതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ തൗഹീദ് പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഷിർക്ക് പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും എത്ര തന്നെ നമുക്ക് അതിൽ ഒരു വിഷയത്തിൽ കൂടുതൽ കൂടുതൽ ധാരണ ഉണ്ടായാലും അത് നമുക്ക് ഒരിക്കലും ഒരർത്ഥത്തിലും നമുക്ക് നഷ്ടമല്ല. വളരെ 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 ലാഭമാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. തൗഹീദിന്റെ ഓരോ ചെറിയ വശങ്ങളും ഷിർക്കിന്റെ വ്യത്യസ്ത ഗോപ്യമായ രൂപങ്ങൾ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിശ്വാസം മുസ്ലിമീങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതിൽപ്പെട്ട ഒന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ കലിമയ്ക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവനാണ് അത് ഉപകരിക്കുക. മുമ്പ് കഴിഞ്ഞൊരു ഖുതുബയിൽ അതിന്റെ അർത്ഥവും അതിന്റെ നേട്ടവും നമ്മൾ വിശദീകരിച്ചിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ ആശയം? അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവനാണ് ലാ ഇലാഹ ഇല്ലല്ലാ ഉപകരിക്കുക. അല്ല എങ്കിൽ ഫിർഔന് ലാ ഇലാഹ ഇല്ലല്ലാ ഉപകരിക്കുമായിരുന്നു. ഫിർഔനിന്റെ അവസാന വാക്കെന്തായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാമയെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നാടുവിടാൻ വഹി നൽകി ഫിർഔന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലും നാടുവിടുന്ന സന്ദർഭത്തിൽ ആ കടലിനടുത്തെത്തുകയും സമുദ്രം അവർക്ക് കടക്കേണ്ട ആവശ്യമുണ്ട്. മൂസാ നബിയുടെ കൂടെയുള്ള ബനൂ ഇസ്രായേലിയർ ഭയന്നു. ഈ സമയം കടലിന്റെ അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഫിർഔനും കൂട്ടരും നമ്മൾ ആക്രമിക്കും, പിടികൂടുമെന്ന് ഭയന്നു. ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വഹി നൽകി. മൂസാ നബിയുടെ വടി കൊണ്ട് കടലിലേക്ക് അടിക്കാൻ പറഞ്ഞു. സമുദ്രത്തിലേക്ക് അടിച്ചു. സമുദ്രം രണ്ടായി പിളർന്നു. സമുദ്ര വെള്ളം മല പോലെ രണ്ട് സൈഡിലേക്ക് ഉയരുകയും ഒരു തുരങ്കം പോലെ മൂസാ നബി അലൈഹിസ്സലാമയ്ക്കും ബനൂ ഇസ്രായേലിയർക്കും നടന്നു പോകാൻ വഴിവാകപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയരും രക്ഷപ്പെട്ടു. പിന്നാലെ ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാമെ ആക്രമിക്കാൻ ഈ വാർത്ത അറിഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് ഈ കടലിലേക്ക് ഇറങ്ങി മധ്യത്തിലെത്തുമ്പോഴേക്ക് ആ കടലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിലെ വെള്ളം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരികയും ഫിർഔനും കൂട്ടരും മുങ്ങിച്ചാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഫിർഔൻ പറയുന്ന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ ആയത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. വജാവസ്നാ ബിബനീ ഇസ്രായീല അൽ ബഹർ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വാ. അങ്ങനെ ഫിർഔനും കൂട്ടരും അതിക്രമവും ധിക്കാരത്തോടൊപ്പവും അവര് പുറപ്പെട്ട സന്ദർഭം ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്, അവര് മുങ്ങിയപ്പോൾ, കടലിൽ മുങ്ങുകയാണ് എന്ന് അവർ കണ്ടറിഞ്ഞപ്പോൾ ഖാല, ഫിർഔൻ പറഞ്ഞു, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ആരാ പറഞ്ഞത്? ഫിർഔൻ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിയരെ വിശ്വസിച്ച ഒരു ഇലാഹല്ലാത്ത വേറൊരു ഇലാഹുമില്ല. പക്ഷെ ഉപകരിച്ചില്ല. എന്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ നിബന്ധനകൾ ഒത്തുകൊണ്ടുള്ള പറച്ചിലല്ല മരണത്തിന് മുമ്പ് പറഞ്ഞത്. അപ്പൊ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന എന്നുള്ളത് ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയാൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞത് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയാൽ എന്നാണ്. ഈ നിബന്ധനകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ഒരുവൻ ലാ ഇലാഹ ഇല്ലല്ലാ അവസാന ആക്കിയാൽ ദഖലൽ ജന്ന എന്നാണ്, സ്വർഗത്തിൽ പ്രവേശിക്കും. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ പണ്ഡിതന്മാർ
സംരക്ഷിച്ച ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാ 7 7 നിബന്ധനകളാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിനെപ്പറ്റി, ഈ നിബന്ധനകളെ പറ്റി ഇമാം മഹ്ബൂബിൻ മുനബ്ബഹ് റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, അലൈസ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? ഇമാമിന്റെ മറുപടി, ബല, അതെ താക്കോലാണ്. വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാനുൻ, ഒരു താക്കോലുമില്ല അതിന് പല്ലുകളില്ലാതെ. ഒരു താക്കോലാകുമ്പോൾ സ്വാഭാവികമായി അതിന് പല്ലുകൾ ഉണ്ടാകും. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ ലക, നീ ഒരു താക്കോല്, പല്ലുകളുള്ള ഒരു താക്കോല്, അതിന് യോജിച്ച പല്ലുകളുള്ള ഒരു താക്കോല് കൊണ്ടുവന്നാൽ ആ താക്കോല് കൊണ്ട് നിനക്ക് തുറക്കാൻ പറ്റും. വ ഇല്ലാ ലം യുഫ്തഹ് ലക്, അങ്ങനെ അല്ല എങ്കിൽ ആ താക്കോല് കൊണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല. ആ താക്കോലിന്റെ പല്ലുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗത്തിലേക്കുള്ള താക്കോലിന്റെ പല്ലുകളാണ് ഈ നിബന്ധനകൾ. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് ജനങ്ങൾ പറയുന്നു. അപ്പൊ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദ ഹഖ്ഖഹാ വഫർദഹാ ദഖലൽ ജന്ന, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതിന്റെ അവകാശവും അതിന്റെ ഫർദും വീഡിയോ, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അതുപോലെ ഇമാം ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നു, ഇന്ന കലിമത തൗഹീദ് സബബുൻ മുഖ്തദിൻ ലിദുഖൂലിൽ ജന്ന വലിൻ നജാതി മിനന്നാർ ലാകിൻ ലഹു ശുറൂത്തുൻ. കലിമത തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അത് സ്വർഗം കിട്ടാൻ കാരണമാകുന്ന, നരകം കിട്ടാതിരിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. പക്ഷേ ലഹു ശുറൂത്തുൻ, അതിന് ചില നിബന്ധനകളുണ്ട്. സഹോദരങ്ങളെ, ആ നിബന്ധനകളാണ് ഓരോന്നായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആശയവും ഒരു വേള നമുക്ക് അറിയുന്നതാണെങ്കിലും ഒന്നൊന്നായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതൊരു പഠിക്കണം, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പഠനത്തിന് വേണ്ടി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറുകളിൽ നിന്ന് സ്വഹാബാക്കൾ ദീന് പഠിക്കുകയാണ് ചെയ്തത്. ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടു കൂടി ഇരുന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയുന്ന ഒരു രീതിയല്ല സ്വഹാബാക്കൾ സ്വീകരിച്ചത്. അവർ ദീന് പഠിക്കാനാണ് ഖുത്ബ, മിമ്പറുകൾ ഉപയോഗപ്പെടുന്നത്. അതുപോലെ ദീന് പഠിക്കണം, ദീന് പഠിച്ചു പോകണം. ആ പഠിച്ച ദീന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പറഞ്ഞു വന്നത് 7 നിബന്ധനകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. ഒന്നാമത്തെ നിബന്ധന അൽ ഇൽം, അറിവ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്ക് വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ കൊണ്ട് സ്വർഗം നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ നിബന്ധന അൽ ഇൽം, അറിവാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം, അതിന്റെ ആശയം അറിയണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയണം. നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, വിശദമായി പറഞ്ഞതാണ്. ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വണ്ണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 ഭാഗം, ഒരു നിഷേധത്തിന്റെ ഭാഗവും ഒരു സ്ഥിരീകരണത്തിന്റെ ഭാഗവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്കിനുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയും. 2 റുക്കിന് എന്ന് പറഞ്ഞാൽ 2 തൂണ്, 2 ഭാഗങ്ങൾ. ഈ 2 ഭാഗങ്ങളും ശരിയാകുമ്പോഴാണ് ഒരുവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നത്. ആ അറിവ് വേണം. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. ആരാധ്യന്മാർ ഭൂമി ലോകത്തുണ്ട്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആരാധനയ്ക്ക് അർഹത അവർക്കാർക്കുമില്ല, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനൊന്നും അർഹതയില്ല എന്ന് നിഷേധിക്കുകയാണ്. അതാണ് ഒരു ഭാഗം. എന്നിട്ട് ആ ആരാധനയുടെ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുകയാണ്. അതാണ് മറ്റൊരു ഭാഗം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം, ഇതാണ് അതിന്റെ തേട്ടം. ഒരുവൻ അവന്റെ ജീവിതത്തിൽ ഉടനീളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് അവന്റെ പ്രാർത്ഥന നടത്തുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അറിവ്, ഈ പറഞ്ഞ അർത്ഥം, ഇതിന്റെ ആശയവും മനസ്സിലാക്കിയിട്ടില്ല. അവൻ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ പറയുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രതീക്ഷ അള്ളാഹ് അല്ലാത്തവരിലേക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഭയം അള്ളാഹ് അല്ലാത്തവരിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇൽമ് എന്ന അറിവ് എന്ന നിബന്ധന അവന്റെ വിഷയത്തിൽ നഷ്ടപ്പെട്ടു. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഹമ്മദിന്റെ 19-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ അറിയണം. ഫഅലം, പണ്ഡിതന്മാർ തെളിവെടുത്തതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൽമ എന്ന നിബന്ധന ഉണ്ട് എന്നതിന് പണ്ഡിതന്മാർ തെളിവെടുത്തതാണ്. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഖുർആനായത്തിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ തെളിവെടുത്ത് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ നിബന്ധന
അത് ഇൽമാണ് എന്ന്. ഇതുപോലെ ഒരു 6 നിബന്ധനകൾ കൂടി വരാനുണ്ട്. ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും അതിലൂന്നി ജീവിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസിക്കും താനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ ജീവിക്കാൻ മരണം വരെയും പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പരിപൂർണ തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ രണ്ടാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ യഖീൻ എന്നതാണ്. അൽ യഖീൻ, യഖീൻ വേണം. അൽ യഖീനുൽ മുനാഫി ലിശക്ക്, സംശയത്തെ ഇല്ലാതാക്കുന്ന യഖീൻ വേണം, ഉറപ്പ് വേണം. അറിവുള്ള എല്ലാവർക്കും ഉറപ്പുണ്ടായിക്കൊള്ളണം എന്നില്ല. അറിവുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഇതാണ്, അതിന്റെ ആശയം ഇതാണ്. പക്ഷെ എന്നാലും അള്ളാഹു അല്ലാത്തവരിലേക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരുടെ വാദവും ശരിയാവാൻ ഒരു വകുപ്പുണ്ട്. അപ്പൊ യഖീനായിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് യഖീനായിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ, അള്ളാഹ് അല്ലാത്തവരിലേക്ക് ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് അത് ആ വാദം ശരിയാകാനാണ് കൂടുതൽ സാധ്യത. എന്നാലും ഒരു 75%, ഒരു 99% ഈ വാദം ശരിയാവാനാണ് സാധ്യത. എന്നാലും അള്ളാഹു അല്ലാത്തവരിലോട് പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരിലേക്ക് സഹായം തേടാം എന്ന് പറയുന്ന വാദം ഒരു പക്ഷേ ശരിയായേക്കാം. 99% ഇതാണ് പറ്റൂല. 100% യഖീൻ വേണം, പരിപൂർണമായി വിശ്വസിക്കണം. അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരാധനകൾ, അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥന, അത് കൊടുക്കാൻ പറ്റില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നേട്ടം. അത് ഉറപ്പാണ്, ആ വിശ്വാസമാണ് ശരി. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് യഖീനാണ്. അൽ യഖീനുൽ മുനാഫി ലിശക്ക്, ശക്കിനെ, സംശയത്തെ ഇല്ലായ്മ ചെയ്യുന്ന യഖീൻ വേണം, ഉറപ്പ് വേണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ നിബന്ധനയാണ്. അറിവ് ലഭിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാക്കിനെ കുറിച്ച് ഒരുവന് അറിവ് ലഭിച്ചു. പക്ഷേ ആ ലഭിച്ച അറിവിൽ അവന് ഉറപ്പുണ്ടായില്ല എങ്കിൽ, യഖീൻ ഉണ്ടായില്ല എങ്കിൽ, ആ അറിവിന്റെ പൂർണ്ണതയിലേക്ക് അവൻ എത്തിയിട്ടില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധന അവനിൽ ഒത്തിട്ടില്ല. അവൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന് പ്രയോജനം ചെയ്യില്ല. സൂറത്തുൽ ഹുജറാത്തിന്റെ 15-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. ഇന്നമൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്നമ എന്ന് പ്രയോഗിച്ചാൽ പിന്നെ പറയുന്ന കാര്യം മാത്രം, പിന്നെ ഒരു കൂട്ടരെ പറ്റി പറയും, അവരുടെ ഒരു വിശേഷണവും പറയും. അത് അവർക്ക് മാത്രമാണ് എന്ന ഒരു ഉപകാരം ലഭിക്കാനാണ് ഇന്നമ പ്രയോഗിക്കുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയോഗിച്ചതാണ്. ഇന്നമ, നിശ്ചയമായും ഈ പറയുന്ന കൂട്ടർ ഇവർ മാത്രമാണ്. ആരാണ്? അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആരാണ്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബൂ, പിന്നെ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല, ഒരു സംശയവും ഒരു റൈവും അവർക്കുണ്ടായില്ല. അങ്ങനെ വിശ്വസിച്ചവരാണ് മുഅ്മിനീങ്ങൾ. അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അപ്പൊ സംശയത്തിന്റെ ലേശം, അളവ് നമ്മൾ അറിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇൽമിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വ അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഇങ്ങനെ വിശ്വസിച്ച ഒരുവൻ ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ഈ ഒരു വിശ്വാസത്തോടു കൂടി അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ഒരുവൻ, എങ്ങനെ കണ്ടുമുട്ടിയ ഒരുവൻ? ഗൈറ ശാക്കിൻ, ശക്ക്, സംശയം, ശക്കുള്ളവനായി, സംശയമുള്ളവനായി കൊണ്ട്
സംശയമില്ലാത്തവനായിക്കൊണ്ട് അള്ളാഹുവിനെ ഒരുവൻ കണ്ടുമുട്ടിയാൽ, ഇങ്ങനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. അപ്പോൾ അവിടെ ഒരു ഉപാധി വെച്ചു. എന്താ ഉപാധി? സംശയമില്ലാത്ത അവസ്ഥയിൽ, ഗൈറ ശാക്കിൻ, സംശയമില്ലാത്ത അവസ്ഥയിൽ ഈ കലിമ പറയണം. സംശയത്തിന്റെ ഒരു 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 ലെവലേശം ബാക്കി ഉണ്ടാകാൻ പാടില്ല. പരിപൂർണ്ണ ഉറപ്പോട്, യക്കീനോട് കൂടിയാണ് ഈ കലിമ ചൊല്ലേണ്ടത്, ഈ കലിമയുടെ അർത്ഥം അറിയേണ്ടത്, ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. ആ ഉറപ്പില്ലാതെയാണ് ഒരുവൻ ഇത് അറിഞ്ഞത്, അവൻ സ്വീകരിച്ചത്, അവൻ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അവന്റെ മനസ്സിൽ ഈ കലിമയുടെ അർത്ഥത്തിൽ, ആശയത്തിൽ ഉറപ്പില്ല എങ്കിൽ അവന്റെ ആ പറച്ചിൽ കൊണ്ട് അവന് ഉപകാരം ഉണ്ടാവില്ല. മക്കയിലെ മുശ്രികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റി അറിവുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി. പക്ഷെ അവർക്ക് യഖീനില്ലായിരുന്നു, അതിലവർക്ക് ഉറപ്പില്ലായിരുന്നു. ആ പറഞ്ഞ ആശയമാണ് ശരി എന്നതിൽ അവർക്ക് യഖീനില്ലായിരുന്നു. ആ നിബന്ധന നഷ്ടപ്പെട്ട് ഈ ദീനിൽ നിന്ന് പുറത്തു പോയവരിൽ മക്ക മുശ്രിക്കുകൾ ഉദാഹരണമാണ്. സഹോദരങ്ങളെ, ഇപ്രകാരം ബാക്കിയുള്ള നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ വരും ഖുതുബകളിൽ നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞതിന്റെ ചുരുക്കം, ദീനിൽ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. അതിന് പണ്ഡിതന്മാർ വേർതിരിച്ച് നെല്ലും പതിരും നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്മാരും സഹാബാക്കളും ഈ ഒരു വിശ്വാസത്തെ, ആദർശത്തെ എത്രമാത്രം അവര് നെഞ്ചോട് ചേർത്ത് പിടിച്ചു മരിക്കാൻ കഴിഞ്ഞോ, അങ്ങനെ നമുക്കും സാധിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. വിശ്വാസത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. അങ്ങനെ സത്യവിശ്വാസികളായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും ഒക്കെ പ്രയാസവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും എത്രയും വേഗം നീക്കിക്കൊടുത്ത് പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹ്യങ്ങളാക്കി മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.